എന്തോരം ഗടികളാണെന്നറിയോ ഡെയിലി കത്തിപ്പിടിക്ക് വടിയാവണത്. ഇതിൻ്റെയൊക്കെ ശക്തന്മാരെ ചാപ്ലി, ചൊക്ലി, ദുർഗ, കീരി, സാബു, കുറ്റൂര്, കൊക്കാല, കഴിഞ്ഞിട്ടില്ല ചിയാരം, കണിമംഗലം, ദിവാഞ്ചിമൂല, മൈലിപ്പാട് ഇവരൊക്കെ. തൊപ്പി വെച്ച കൊട്ടേഷനായിരുന്നു മൈലിപ്പാടം. ഈ ഗടി കാരണം വലിയ വലിയ ഏമന്മാര് ചെറിയ ചെറിയ വയമ്പും പരലും കരിപ്പിടിയും കുറഞ്ഞെണ്ണിയിട്ടുണ്ട്. ഏയ് ഈ ചെറുവകകൾ നല്ലോണം ഉണ്ടാവുന്ന 2-3 ഗുരുകുലങ്ങൾ നമ്മുടെ തൃശ്ശൂരുണ്ടെന്നേ. ഇപ്പോഴും ആ വക കാര്യങ്ങൾ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ചെമ്പ് ചുള്ളന്മാര കളിക്കാര് നിസ്സാര കളിയല്ലട്ടാ. ഇപ്പോഴത്തെ ചില ഗടികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചക്കമ്പൻ, സാബു ചക്കമ്പൻ. ഞാനൊരു കുരിശാണെന്നാ നാട്ടുകാർ പറയണേ. അങ്ങനെ പറയിപ്പിക്കാനായിട്ടേ ഞാൻ ഒരുപാട് പണിയെടുത്തുട്ടാ. ഇന്ന് ചക്കമ്പെന്ന് കേട്ടാ മോളിലും ചോട്ടിലുള്ളവരുടെ പിട്ടുക്കൊന്ന് പേട്ടയ്ക്കും. പണ്ട് കച്ചവടം നടത്താൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചു. ഇന്നാ നമ്മളെ ഭരിക്കുന്ന ഒരു കച്ചവടം നടത്തണു. അപ്പൊ എനിക്കും തോന്നി ഒരു കച്ചവടം കളിച്ചാൽ എന്താന്ന്. അതും സർക്കാർ തന്നെ ഈ ഉടുപ്പിട്ടിട്ട്. ഇപ്പൊ നല്ല ബെസ്റ്റ് കളിയാ, ഒന്നും പിഴക്കണില്ല. അല്ലെങ്കിൽ പിന്നെ മൂക്കി പഞ്ഞു വെച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പളേ കർത്താവിനോട് ചോദിക്കില്ലേന്ന്, നീ ആരെ പിണ്ണാ കാട്ടണടാ തൃശ്ശൂർ അങ്ങാടിലെ CI ആയിരുന്നേന്ന് പൂശിക്കോന്ന്. ഞാൻ സബ് ഇൻസ്പെക്ടർ രേഖ സി നായർ. ഡ്രാക്കുള ലേഡിന്നാ നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേര്. എന്താണെന്ന് അറിയില്ല, ചിലരുടെയൊക്കെ ചോര കുടിക്കുക. എനിക്കതൊരു മോഹ. ഞാൻ വെറും ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. എത്ര പെട്ടെന്നാ ഞാൻ SA പോസ്റ്റിലേക്ക് ഓടി കയറിയതെന്നറിയോ? അതെന്റെ ബലം കൊണ്ടാ. മുകളിലിരിക്കുന്നവർക്ക് അത് നന്നായിട്ടറിയാം. ഇതൊക്കെ ടോപ്പ് ലെവൽ കളികള്. ലോക്കൽ കളി വേറെയാ. ജസ്റ്റ് ഒരു അത് പ്രശ്നമാക്കണ്ട. ഈ മണിത്തരിന്ന് വിരിയാത്ത പൈതങ്ങളാ റൺസ് എടുക്കണത്. നേരെ വെളുത്ത 2 പുസ്തകം എടുത്ത് ബൈക്കിൽ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ അങ്ങോട്ട് കറങ്ങല. ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഒരു കിളുന്തുണ്ടാവും പിന്നില്, ഹെൽമെറ്റും വെച്ചിട്ട്. ഹോ, കുട്ടി എപ്പോഴാ കാണാതായത്? ഇന്നലെ രാവിലെ സ്കൂളിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മോൾക്കെപ്പോഴാ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്? 10ാം ക്ലാസ് പാസ്സായി. ഞങ്ങൾ എങ്ങട്ടാ പോണേ, എന്തൂട്ടിനാ പോണേ എന്നൊക്കെ അന്വേഷിക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും നേരമില്ലല്ലോ. ഒക്കെ ബിസിനസിന്റെ തിരക്കിലല്ലേ. എന്തെങ്കിലും ചെയ്യാൻ സാറിനെ പറ്റുള്ളൂ. ഹലോ, കൺട്രോൾ റൂം കണക്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ മാമന്മാര് പണി തുടങ്ങും. കാണാനില്ലെന്നും പറഞ്ഞിട്ട് ഒരു കടലാസ് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരായിക്കോളും. പിന്നെ കടലിൽ കടുക് പോയണവും കാര്യങ്ങൾ. ലാസ്റ്റ് പെൺകുട്ടികൾ പാരച്ചൂട്ടിൽ ഇറങ്ങുമ്പോഴോ വെള്ളത്തിൽ പൊന്തുമ്പോഴാണ് എന്താ മോളെ അമ്മ അറിഞ്ഞില്ലേടി നിനക്കുണ്ടായിരുന്നത്. ബസ്സിലിറങ്ങിയത് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. അവര് മാതൃഭൂമി സർക്കിളിൽ നിന്ന് പാസ് ചെയ്തു. ഇവിടെ എത്തും. വിട്ടോടാ, ശരിടാ, കാണാം. കേറിക്കോ. Over. Micro, white car, KL45H 5406.
അല്ല മക്കളെ അത്ര പുത്ര തവളാച്ച് കളിക്കാണ. എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് ബിംബിഷ്ടപ്പെടുന്നത്? സാറ് നിങ്ങക്ക് കൃത്യമായ സ്ഥലം കാണിച്ചു തരാം. ഇറങ്ങടാ പുറത്തേക്ക്. ഓ, ഇനി ചേച്ചിയോട് പ്രത്യേകം പറയണമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങടി. അവന്റെ ഒരു പെങ്ങള് നിനക്കുള്ള പണികൾ കൊണ്ടുപോയി. സാറേ, നല്ല പൊടിമീൻ കിട്ടിയിട്ടുണ്ട്. ഐസ് ഇടാത്തതാ. ഓക്കെ, ബൈ. മോങ്ങനോടി ഇളക്കം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റവരെയും പിറപ്പിച്ചവരെയും മറന്നൊരു ഇറക്കോ ഊതിച്ച് മക്കള്. സാറേ, എന്താടി ഇങ്ങനെ തല്ലാനൊന്നും പാടില്ല സാറേ. ഞങ്ങക്ക് സംഘടനയും കാർഡൊക്കെ ഉള്ളതാ. ഇറക്കി വിടടി ഇവറ്റകളെ. വടി, നമുക്ക് പോവാം. മാഡം, ആ കൊച്ചുങ്ങളുടെ കാര്യം? ആ, ഓക്കെ മാഡം, ഓക്കെ മാഡം. ഏതോ ഒരുത്തിയുടെ പേരും പറഞ്ഞ് 2 ദിവസാ നമ്മുടെ സെക്രട്ടേറിയറ്റ് പൂട്ടിയിട്ട്. ഭർത്താവിനോട് പണങ്ങിയിട്ട് നമ്മുടെ മന്ത്രി പാർലമെന്റിൽ പോകാതിരുന്നിട്ടും ഉണ്ട്. ആ ഉണ്ടാ ആവഷ്ട ഉണ്ടെന്നേ. പണ്ടൊക്കെ ഉപ്പിനും മുളകിനാ കളിച്ചേരുന്നത്. ഇപ്പൊ അങ്ങനെയല്ലാട്ടാ. ഇപ്പൊ സിയാറിനാ കളി. സിയാറിന് പണങ്ങടാ. റണ്ണിങ്ങിലാവും അല്ലേ? എരഡൂന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലായ? 2 ചോരാണ്ട് കേറി ഇറങ്ങി. നീ ബദീറാന്ന് വെച്ച ഞാൻ മുദീറടാ. വേണ്ട ഗടി. എടോ അർബാബേ, അതെ, അടുത്ത ചുരം കയറും മുമ്പ് നമ്മുടെ അക്കൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആക്കിക്കോട്ടാ. അസോൾ എന്തൊരു താങ്ങൂലെന്ന്